ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മസാല ദോശയുടെ ഒരു റെസിപ്പി ആയിട്ടാണ്. സമയം ഒരു 11 മണിയായി. അങ്ങനെ വിശന്നപ്പോൾ തോന്നി എന്തുണ്ടാക്കും, അങ്ങനെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു റെസിപ്പിനെ കാണിക്കണം കേട്ടോ. അപ്പോൾ ദോശയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, തക്കാളി, പാൻ എടുക്കുക, ഓയിൽ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഇതിട്ടിട്ട് ഇളക്കുക. നല്ല വഴണ്ടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മസാല കരിഞ്ഞു പോകരുത്, നല്ലോണം ഇളക്കി കൊടുക്കുക. കുറേ നാളായി റെസിപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട്, അപ്പം ചെറിയൊരു റെസിപ്പി ഇടാന്ന് വിചാരിച്ചു. മാത്രമല്ല നല്ല വിശപ്പുണ്ട്. അങ്ങനെ നല്ലോണം വഴണ്ടി വരുമ്പോൾ എന്ത് ചെയ്യാം, നമ്മളപ്പുറത്തെ കുക്കറിൽ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്കാം. അത് വെള്ളത്തിൽ നിന്ന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, തൊലി ഒലിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കുക. സ്മാഷറൊന്നും വേണ്ട, ഞാൻ എന്താ ഒരു പാത്രത്തിലിട്ടിട്ട് സ്പൂൺ വെച്ചിട്ടാണ് ചെയ്ത്, ചൂടുള്ളതുകൊണ്ട്. എന്നിട്ട് അത് ഉണ്ടാക്കിയ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. വേറൊരു പൊടികളും ഇട്ടിട്ടില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഇട്ട് കൊടുക്കുക. ചൂടുവെള്ളം ഇട്ടതിൻ്റെ ശേഷം അത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് എന്ത് ചെയ്യുക, വെള്ളം വറ്റുമ്പോൾ ഇതായിട്ട് ചെറുതായിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കുക, വേപ്പില ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ദോശയുടെ മസാല റെഡി. പിന്നെ നമുക്ക് ദോശ ചുടാം. ദോശ ചുടുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പാന് ഇളകിപ്പോണുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മസാല ദോശ ആക്കി അതിൽ മസാല വരട്ടി